ഇവിടെ ഇവള് രാവിലെ നേരത്തെ എണീറ്റ് സ്പെഷ്യലായിട്ട് പാൽപ്പായസം ഉണ്ടാക്കാണ്. പക്ഷെ ആർക്കാണെന്ന് എന്തിനു വേണ്ടിയാണെന്നോ വീട്ടിലുള്ള ആരോടും പറയുന്നുണ്ടാവില്ല. ഇൻഫാക്ട് ഇവളുടെ ഹസ്ബൻഡ് ചോദിച്ചാൽ പോലും അവന്റെ മേലെ താല്പര്യമില്ലാത്ത രീതിയിൽ ഇഗ്നോർ ചെയ്യാണ്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ഇവള് മകനെ കൊടുക്കുമ്പോൾ സ്കൂളിൽ പോണ വഴിയിലാണെങ്കിൽ അത് ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയാണ്. ആക്ച്വലി ഇവൾ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ ഹൗസ് കീപ്പിംഗ് മാനേജർ ആയിട്ടായിരിക്കും. അതേസമയം ഇവൾ ഉണ്ടാക്കിയ പായസം ആണെങ്കിൽ അതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു പെണ്ണിനോട് കൊടുക്കുകയാണ്. അവൾക്കാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യും. എന്നിട്ട് ഇവർ രണ്ടാളും കൂടെ പായസം കുടിക്കാണ്. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റിലുള്ള പെണ്ണാണെങ്കിൽ ഇവള് കിസ് ചെയ്യാണ്. പക്ഷെ അതിനാണെങ്കിൽ ഹീറോയിൻ ഒന്നും മിണ്ടില്ല. അങ്ങനെ അന്ന് വീട്ടിലേക്ക് വന്നാൽ ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവളുടെ കൂടെ റൊമാൻസ് ചെയ്യാണ്. പക്ഷെ അപ്പോഴും അവൾ തന്നെ കിസ്സായിരിക്കും ഓർമ്മ വരുന്നുണ്ടാവുക. അതേസമയം ആ പെണ്ണാണെങ്കിൽ ഒരു ദിവസം ഹീറോയിന്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കും. അങ്ങനെ ദിവസം പോകും തോറും ഫുഡ് ഡെലിവറി ചെയ്യുന്ന പേരിൽ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് വെറുതെ പോകുന്നുണ്ടാവും. അങ്ങനെ ഒരു ദിവസം അവളാണെങ്കിൽ ഹീറോയിനോട് ഇന്ന് നൈറ്റ് എന്റെ വീട്ടിൽ ഹാങ് ഔട്ട് ചെയ്യാന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനും ഒന്ന് നൈറ്റ് പണിയുണ്ടെന്ന് ഹസ്ബൻഡിനോട് നുണ പറഞ്ഞിട്ട് ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. ആ രാത്രി മുഴുവനും ഇവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് റൊമാൻസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാം കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ കുളിച്ച് റെഡി ആവുകയാണ്. ആ സമയം നോക്കി വീട്ടിന്റെ കോളിമേൽ ആരും അടിക്കുന്നുണ്ടാവും. സോ ഇവളും വെളിയിൽ പോയി നോക്കിയാൽ അത് ഇവളുടെ അമ്മയായിരിക്കും. അതുകൊണ്ട് ഇവളാണെങ്കിൽ ഹീറോയിനെ വീട്ടിൽ ഒളിപ്പിക്കുകയാണ്. പക്ഷെ ഇവളുടെ അമ്മയാണെങ്കിൽ ഹീറോയിനെ കാണുമ്പോൾ ധാരാളം ചോദിക്കും. പക്ഷെ ഇവിടെ ഹീറോയിൻ പോലും പ്രതീക്ഷിക്കാതെ അവളാണെങ്കിൽ ഹീറോയിനെ വീട്ടിൽ ജോലിക്കാരിയാണെന്ന് പറയാണ്. സോ ഹീറോയിനും ആ സങ്കടത്തോടുകൂടി തന്നെ വീടിന്റെ വെളിയിലേക്കും വരും. ഹീറോയിനെ പോലെ നിങ്ങളെ ആരെങ്കിലും കാര്യത്തിന് മാത്രം യൂസ് ചെയ്ത് പറ്റിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യുക.